വിവാഹം കഴിക്കുന്നവരിൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട്. ചൈന, ഇംഗ്ലണ്ട്, ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ നടത്തിയ ഗവേഷണത്തിലാണ് പുതിയ കണ്ടെത്തൽ. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. 4 രാജ്യങ്ങളിലായി 30,000 ദമ്പതികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു പഠനം. മിഷിഗൺ യൂണിവേഴ്സിറ്റി, എമോറി യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം സൂചിപ്പിക്കുന്നു. നേരെ തിരിച്ചും ഹൈപ്പർ ടെൻഷനുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച പുരുഷന്മാരുടെ അവസ്ഥയും ഇതുതന്നെ. ഇംഗ്ലണ്ടിലെ 47.1% ദമ്പതികളും, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 37.9%, ചൈനയിൽ 20.8%, ഇന്ത്യയിൽ 19.8% ഈ അവസ്ഥ നേരിടുന്നുണ്ട്. ദമ്പതികളുടെ രക്തസമ്മർദ്ദ നില തമ്മിലുള്ള ബന്ധം യുഎസിലും ഇംഗ്ലണ്ടിലും ഉള്ളതിനേക്കാൾ ചൈനയിലും ഇന്ത്യയിലും ശക്തമാണെന്ന് പഠനം കണ്ടെത്തി. രാജ്യത്തെ സംസ്കാരങ്ങളിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമെന്നാണ് പഠനം പറയുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 265 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ച ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 2606 ആക്റ്റീവ് കേസുകളാണ് സംസ്ഥാനത്തുള്ളത്. അതേസമയം രാജ്യത്താകമാനം 24 മണിക്കൂറിനിടെ 328 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. റുവൈസിന്റെ പഠനം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഗോപിനാഥിന്റെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. മിടുക്കനായ വിദ്യാർത്ഥിയാണ് റുവൈസ്. ഇയാൾ MBBSനും PG എൻട്രൻസിനും റാങ്ക് നേടിയിട്ടുണ്ട് എന്നും റുവൈസിന്റെ മുന്നോട്ടുള്ള പഠനത്തിന് തടസ്സമാകുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നുമായിരുന്നു അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഇതേ തുടർന്നാണ് റുവൈസിന് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം റുവൈസിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ച് അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി. സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് ജാമ്യം കാരണമല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. അതേസമയം റുവൈസിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സാമൂഹിക നീതി വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നൊരുക്കുന്ന മന്ദഹാസം പദ്ധതി പുനരാരംഭിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ പല്ല് സെറ്റ് സൗജന്യമായി വെച്ചുകൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. 1-2 പല്ലുകൾ മാത്രം തകരാറുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനാകില്ല. പൂർണ്ണ പല്ല് സെറ്റാണ് വെച്ചുകൊടുക്കുന്നത്. 2016 ആരംഭിച്ച പദ്ധതി കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്നതാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ലഭിക്കുന്ന സഹായത്തുക പരമാവധി 10,000 രൂപയാണ്. സാമൂഹിക നീതി വകുപ്പിന്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സുനീതി പോർട്ടൽ വഴി ആവശ്യക്കാർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് sunidhi.sjd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ കുഞ്ഞു ഫാത്തിമയ്ക്ക് ഇനി നിവർന്ന് നടക്കാമെന്നുള്ള സന്തോഷം ഫേസ്ബുക്കിൽ കുറിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഫാത്തിമയ്ക്ക് ജന്മനായുള്ള രോഗാവസ്ഥയായിരുന്നു എപ്പിഫൈസിയൽ ഡിസ്പ്ലേസിയ. അതുമൂലം ഫാത്തിമയുടെ നട്ടെല്ലിന്റെ വളവ് ക്രമാതീതമായി ഉയരുന്ന സ്കോളിയോസിസ് എന്ന അസുഖം ബാധിച്ചിരുന്നു. അതിനാൽ തന്നെ ശ്വാസകോശ സംബന്ധമായതും നാഡീ സംബന്ധമായതുമായ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഫാത്തിമയുടെ ചികിത്സയ്ക്കായി പല ആശുപത്രികളെയും സമീപിച്ചെങ്കിലും പല കാരണങ്ങളാൽ ചികിത്സ സാധ്യമായില്ല. അങ്ങനെയാണ് നവകേരള സദസ്സിൽ 13-ാം ദിവസം ഫാത്തിമയുടെ മാതാപിതാക്കൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് അവസരമൊരുക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞ് ഫാത്തിമ സുഖം പ്രാപിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. ഡോക്ടർ BS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജിതിൻ, ഡോക്ടർ ജിയോ, ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ അനന്തു എന്നീ ന്യൂറോ സർജറി വിഭാഗം ഡോക്ടർമാരും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബിന്ദു, ഡോക്ടർ സുനിൽകുമാർ, ഡോക്ടർ സെലീന, ഡോക്ടർ അഞ്ജു എന്നിവരും സ്റ്റാഫ് നഴ്സുമാരായ സരിത, ദീപ്തി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. ഓപ്പറേഷന് മുമ്പും ശേഷവുമുള്ള കുഞ്ഞ് ഫാത്തിമയുടെ എക്സ്റേ ചിത്രവും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.